ഹലോ, നമസ്കാരം. നിങ്ങളെല്ലാവരും കേട്ടിരിക്കുമല്ലോ, ഈ അടുത്ത് ഗോവിന്ദച്ചാമി എന്ന ലൈംഗിക വൈകൃതമുള്ള ഒരു ക്രിമിനലിൻ്റെ ജയിൽ ചാട്ടം. അതുപോലെയുള്ള ഒരു ക്രിമിനലിൻ്റെ ജയിൽ ചാട്ടത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കഥ. വിജയ് മേനോൻ എന്ന പേര് കേട്ടാൽ ക്രൂരതയുടെ മുഖം ഓർമ്മ വരുന്നത് സമൂഹത്തിന് മാത്രമായിരുന്നില്ല, പോലീസുകാർക്കും ജയിൽ ജീവനക്കാർക്കും കൂടിയായിരുന്നു. അടങ്ങാത്ത ലൈംഗികാസക്തിയുടെ പേരിൽ നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു അയാൾ. അതിസുരക്ഷാ ജയിലിലെ ഇരുണ്ട മുറിയിൽ കാലം കഴിക്കുകയായിരുന്നു. എന്നാൽ ആ ഇരുമ്പഴിക്കുള്ളിലെ വിജയിയുടെ മനസ്സ് സ്വതന്ത്രമായിരുന്നു. ഓരോ ദിവസവും അയാൾ രക്ഷപ്പെടാനുള്ള വഴികൾ തേടിക്കൊണ്ടേയിരുന്നു. ജയിൽ വാർഡന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും ആകർഷകമായ സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും സ്വാധീനിച്ച വിജയ് പതിയെ അവരുടെ വിശ്വാസം നേടി. ഒരു തണുപ്പുള്ള രാത്രിയിൽ പതിവ് പരിശോധനകൾക്കൊടുവിൽ എല്ലാവരും ഉറക്കത്തിലായെന്ന് മനസ്സിലാക്കിയ വിജയ് ഒളിപ്പിച്ചു വെച്ച കത്തി ഉപയോഗിച്ച് തൻ്റെ സെല്ലിലെ ഭിത്തിയിൽ ഒരു കരിങ്കല്ലിളക്കി മാറ്റി. വർഷങ്ങളെ പഴക്കമുള്ള ജയിലിൻ്റെ ചുമരുകൾക്ക് വിജയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. കല്ലുകൾക്കിടയിൽ അയാൾ ഒരു ചെറിയ തുരങ്കമുണ്ടാക്കി. പിറ്റേന്ന് രാവിലെ വിജയുടെ ഷെല്ല് ശൂന്യമായി കണ്ടപ്പോൾ ജയിലധികൃതർ ഞെട്ടി. മിടുക്കന്മാരായ ഡിറ്റക്റ്റീവ് രവിവർമ്മയും സഹപ്രവർത്തക അനിതയും കേസ് ഏറ്റെടുത്തു. വിജയുടെ കുറ്റകൃത്യങ്ങളും രീതിയും മനസ്സിലാക്കിയും അവൻ്റെ മാനസികാവസ്ഥയും അവർ നന്നായിട്ട് മനസ്സിലാക്കി. അയാളുടെ ചിന്തകളെക്കുറിച്ച് സൂചന നൽകുന്ന ഒരേ ഒരു തെളിവ് അയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഡയറി കുറിപ്പുകളായിരുന്നു. ആ ഡയറിയിലെ ഓരോ താളിലും പലപ്പോഴും സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ചില കോഡുകളുണ്ടായിരുന്നു. ഡിറ്റക്റ്റീവുകൾ വിജയുടെ പഴയ ജീവിതം മുഴുവൻ അരിച്ചു പെറുക്കി. അയാളുടെ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലങ്ങൾ വീണ്ടും വീണ്ടും പരിശോധന നടത്തി. വിജയ് പലപ്പോഴും കണ്ടുമുട്ടിയിരുന്ന ഒരു പഴയ ലൈബ്രറിയാണ് ഒടുവിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവിടുത്തെ ഒരു ലൈംഗിക വിഭാഗം പുസ്തകത്തിൽ അയാൾ രഹസ്യമായി എഴുതി വെച്ച ചില കോഡുകൾ അനിത കണ്ടെത്തി. ആ കോഡുകൾ ഡീകോഡ് ചെയ്തപ്പോൾ ഒരു നഗരത്തിലുള്ള ഒളിത്താവളത്തെക്കുറിച്ചുള്ള സൂചന അവർക്ക് ലഭിച്ചു. 24 മണിക്കൂറിനുള്ളിൽ ആ സ്ഥലം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. വിജയ് തൻ്റെ പുതിയ കുറ്റകൃത്യങ്ങളായിട്ട് ഒരുങ്ങുകയായിരുന്നു അവിടെ. എന്നാൽ ഡിറ്റക്റ്റീവ് രവിവർമ്മയും അനിതയും അയാളെ വളഞ്ഞു. ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയെ വെല്ലുന്ന രക്ഷപ്പെടൽ ശ്രമത്തിനൊടുവിൽ വിജയ് വീണ്ടും പോലീസിൻ്റെ പിടിയിലായി. അയാൾ നടത്തിയ അതിസാഹസികമായ രക്ഷപ്പെടലിൻ്റെ കഥ അങ്ങനെ അവസാനിച്ചു. എന്നാൽ അതോടെ അയാളുടെ ദുരൂഹമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള പുതിയ അന്വേഷണങ്ങൾക്ക് ഒരു തുടക്കമാവുകയായിരുന്നു. ദി സ്റ്റോൺ വാൾസ് എന്ന ഒരു കുറ്റാന്വേഷണ കഥയിലെ ഏതാനും കുറച്ച് ഭാഗങ്ങളാണിത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് വിശ്വസിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും പുതിയൊരു കഥയായിട്ട് നാളെ നമ്മൾ കണ്ടുമുട്ടും.